വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നിങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതും നമ്മൾ പഠിച്ചു തുടങ്ങുന്നതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വരാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊന്നും കരുതി നിങ്ങൾ ഇരിക്കേണ്ട. നമുക്ക് സമയം വളരെ കുറവാണ്. കാരണം വലിയൊരു സിലബസാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു സിലബസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സമയം ആവശ്യമാണ്. അപ്പം PSCയുടെ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തരമാകാനാണ് സാധ്യത. അവർ നോട്ടിഫിക്കേഷൻ വരുന്നു, അവർക്ക് നമ്മൾ പഠിച്ചു തീർന്നില്ലയോ എന്നൊന്നും അവർക്ക് അറിയേണ്ടതോ അന്വേഷിക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നമ്മൾ വിജയത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മത്സരമുള്ള ഒരു പരീക്ഷയാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പഠനവും നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷനും നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ ആവശ്യമാണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ HSST ഫിസിക്സിൻ്റെ കോഴ്സുമായിട്ട് റെഡിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ, ഞങ്ങൾ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാം എന്ന് ആദ്യമേ തന്നെ ഉറപ്പ് തരുന്നു. സോ നോക്കിയേ, ഹൗ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫോർ കേരള PSC HSST ഫിസിക്സ്. സോ നമ്മൾ ഇവിടെ ഇത്രയും വലിയൊരു സിലബസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ MSCക്ക് പഠിക്കുന്നത് പോലെയോ മറ്റേതെങ്കിലും ഒരു പരീക്ഷകൾക്ക് പഠിക്കുന്നത് പോലെയോ ഒരു വേഗമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ കൊണ്ട് കാര്യമില്ല, അർത്ഥമില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ MSCക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു essay എഴുതാൻ വേണ്ടി പഠിക്കുന്നു, കാണാതെ കുറേ പഠിക്കുന്നു, അല്ലേ? അർത്ഥമറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇതൊന്നും നമുക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ നമുക്കിവിടെ ഒരു സ്മാർട്ടായിട്ട് സ്ട്രക്ചേർഡായിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മുടെ പഠനത്തിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്. ഒരു സ്മാർട്ട് അപ്രോച്ചാണ് വേണ്ടത്. എല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിക്കുക എന്നുള്ള രീതിയല്ല നമുക്കിവിടെ വേണ്ടത്. കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുകയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യണം. അത് സാധാരണ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് അറിവുണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് സ്ഥിരം നമ്മൾ നെറ്റും സെറ്റും ഇതുപോലെ ഫിസിക്സ് PG ലെവലിലുള്ള PSCയുടെ ആണെങ്കിലും മറ്റ് ഏജൻസികളുടെ ആണെങ്കിലും എക്സാമുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന എനിക്കും ഈ പറഞ്ഞ ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമിനും ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്ന ആ ഒരു സ്മാർട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് ഉള്ള കാര്യമാണ്. നമ്മുടെ റാങ്കുകളും നമ്മുടെ റിസൾട്ടുകളും അത് പ്രൂവ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമുക്ക് അവിടെയാണ് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഫ്രം ഫിസിക്സ് മെൻറ്റർ ഇസ് നീഡഡ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നതും ഒരു കോച്ചിങ്ങിലൂടെ പഠിച്ചു പോകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കോച്ചിങ്ങോട് ഒരു ഗൈഡൻസോടുകൂടി നിങ്ങൾ പഠിക്കുമ്പോൾ യു വിൽ സ്റ്റഡി ഇറ്റ് ഇൻ എ ഫിൽറ്റേർഡ് മാനർ. അപ്പം നമുക്ക് ഓവർലോഡ് വരാതെ നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് കാര്യം, വാസ്തവം. സോ ദെൻ വൈ ദിസ് വീഡിയോ? ആർ യു കൺഫ്യൂസ്ഡ് അബൌട്ട് വെയർ ടു സ്റ്റാർട്ട്? ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യമാണല്ലേ. എവിടുന്ന് തുടങ്ങണം? കടലോളം പോകുന്ന ഒരു സിലബസാണ്. ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ നിൽക്കുക. എവിടുന്ന് തുടങ്ങണം? ഇതിൽ ഏതാദ്യം പഠിക്കണം? ഏതൊക്കെ ബുക്കുകൾ ഞാൻ പഠിക്കണം, അല്ലേ? എത്രത്തോളം ആഴത്തിൽ ഞാൻ ഓരോ പേപ്പറുകളെയും സമീപിക്കണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കുമുള്ള സംശയങ്ങളാണ്. ആദ്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്ന സംശയങ്ങൾ ഇതുതന്നെയാണ്. ഏതൊക്കെ ബുക്ക് ഞാൻ റെഫർ ചെയ്യണം? അപ്പം എത്ര ആഴത്തിൽ ഓരോ ടോപ്പിക്കുകളും പഠിക്കണം? അപ്പം നമ്മൾ ഒരു തവണ നമ്മൾ കോച്ചിങ് കൊടുത്ത് നമ്മൾ പഠിപ്പിച്ച് ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് ഇത്രത്തോളം മതി, അതല്ലെങ്കിൽ ഇത് ഇത്രത്തോളം വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇതിനൊക്കെയുള്ള ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എവിടുന്ന് തുടങ്ങണം, എത്രത്തോളം ആഴത്തിൽ ഓരോ പേപ്പറുകൾ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ പഠിക്കണം, അല്ലേ? ഈ ബുക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയൊരു 6 മാസത്തിനുള്ളിൽ എക്സാമും എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ ഈ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മനുഷ്യസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ബുക്കുകളെല്ലാം റെഫർ ചെയ്ത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ
അല്ലേ? നമ്മളിപ്പോൾ നെറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൂവൺ ആയിട്ട് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഈ HSST എക്സാം എന്ന് പറയുന്നത് ഒരു നെറ്റിൻ്റെ ലെവലിനേക്കാൾ സ്വല്പം താഴെ വരുന്ന ഒരു എക്സാമും കൂടിയാണ്. ഗേറ്റ് ലെവലിലുള്ള നല്ലൊരു എക്സാമാണ്. സോ നമ്മൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷൻ നമുക്കിതിന് ആവശ്യമാണ്. സിലബസ് കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും ആ ഒരു ലെവൽ ഓഫ് എക്സാം, ആ ഒരു ലെവൽ ഓഫ് പാറ്റേൺ നമുക്ക് ഇവിടെ HSSTയിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷന് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ HSST ഫിസിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു യൂണിവേഴ്സിറ്റി എക്സാംസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വെറുതെ മഗപ്പ് ചെയ്ത് എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ പോയി ആൻസർ പേപ്പറിൽ എഴുതി വെക്കുന്നു. നോക്കുന്ന ടീച്ചർമാരുടെ കാരുണ്യവും മനോഗതിയും അനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടുന്നു. സോ ആ ഒരു രീതി HSST ഫിസിക്സിന് നടക്കില്ല. OMR എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലാഘവ ബുദ്ധിയോടുകൂടി നമുക്ക് ഈ ഒരു എക്സാമിനെ സമീപിക്കാനും പറ്റില്ല. കാരണം ടോപ്പ് ലെവലിലുള്ള ഒരു റാങ്കിൽ നമ്മൾ എത്തിയാലേ നമുക്ക് നല്ല ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇതിനെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലാഘവ ബുദ്ധിയോടെ സമീപിക്കാവുന്ന ഒരു എക്സാമല്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്ന രീതിയിൽ പഠിച്ച് എന്തെങ്കിലും ആൻസർ വലിച്ചു വാരി എഴുതാൻ പറ്റുന്ന എക്സാമും അല്ല. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇതിൻ്റേതായ രീതിയിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. സോ ദിസ് വീഡിയോ ഗിവ്സ് യു ഹൗ ടു സ്റ്റാർട്ട് studying for this HSST physics examination. സോ ആദ്യം ഇതിന് ചെയ്യേണ്ടത് നിങ്ങൾ എക്സാമിനെ പറ്റി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. അപ്പോൾ കോളേജിയേറ്റ് എക്സാമൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമാണ് കേരള PSCയുടേത്. ഇതിപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തിൻ്റെ സ്റ്റൈലൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. സോ യു ഷുഡ് ഫോക്കസ് ഓൺ കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നമ്മൾ ഇതിനകത്ത് കാണാതെ കുറച്ച് ഫോർമുല പഠിച്ചു, കുറച്ച് വാല്യൂസ് തന്നു, അത് ഇതിനകത്തിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന രീതിയിലുള്ള എക്സാം ആയിരിക്കും HSST ഫിസിക്സിന് ഉണ്ടാവുക. സോ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ നെറ്റിൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ നമ്മുടെ നെറ്റിൻ്റെ C പാർട്ട് B പാർട്ട് എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിലുള്ള ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഒരു +2 കുട്ടിക്ക് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ആ ഒരു ഔട്ട്ലുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സിലബസിലുള്ള ഒരു കോൺസെപ്റ്റ് ഒരു +2 കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ലൈറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും ഡീപ്പായിട്ടുണ്ടാവണം. സോ അതാണ് നമ്മൾ +2 കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലെവൽ തീരെ താഴ്ന്ന ഒരു, പക്ഷേ അങ്ങനെയല്ല. അപ്പം നമ്മൾ ഒരു PG കാരനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഒരു PG കാരൻ ഒരു +2 കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും അത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സോ ഒരു കോൺസെപ്റ്റ് നമ്മൾ +2 കുട്ടിക്ക് കൺവേ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോയി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് HSST ഫിസിക്സിനും ഉണ്ടാവുക. സോ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആ കുട്ടിക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ആയിരിക്കും നമുക്ക് എക്സാമിനുണ്ടാവുക. സോ പ്രിപ്പറേഷനും നമുക്ക് ആ ഒരു ലെവലിൽ വേണ്ടി വരും എന്നുള്ള സത്യം മനസ്സിലാക്കുക. ദെൻ നമുക്ക് ഡിസംബറിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ക്രിസ്മസ് മെഗാ ഓഫറോട് കൂടി നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ് ഇത്രയും പേപ്പറുകൾക്കാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. സോ HSST നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പഠനം ഇപ്പോഴേ ആരംഭിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോയി അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി പോകേണ്ടി വരും. സോ അതിനു വേണ്ടി കാത്തു നിൽക്കരുത്, പഠനം ഇപ്പോഴേ ആരംഭിക്കുക. സോ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിലബസാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത് സിലബസ് ഈസ് ദ ബൈബിൾ. സോ സിലബസ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. പക്ഷേ അവസാനം PSC ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, ഈ സിലബസും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ PSC നമ്മളോട് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ളൊരു സ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയും ചെയ്യുക. സോ നിങ്ങൾക്ക് സിലബസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും PGക്കും നമ്മൾ ഡിഗ്രിക്കും UGക്കും പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും കൂടി ഒരു
ആഡഡ് അപ്പ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമുക്ക് ഈ സിലബസിലേക്ക് വരിക. ഹയർ സെക്കൻഡറി ലെവലായിട്ടുള്ള അധികം കോൺസെപ്റ്റ്സ് ഇല്ല, വളരെ കുറച്ച് കോൺസെപ്റ്റ്സ് ഹയർ സെക്കൻഡറി ലെവലിലുള്ളതുകൊണ്ട്. സോ വെയിറ്റേജ് അങ്ങനെ യൂണിഫോം ആയിട്ടുള്ള എക്സാമിന് വരിക. എന്നിരുന്നാൽ പോലും നമുക്ക് എല്ലാ പേപ്പറുകളും തുല്യമായ പ്രാധാന്യത്തോടു കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിലുള്ള കാര്യം. ദെൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കിട്ടും. സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങളുടെ സിലബസ് ഉണ്ടാവണം. പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിയുമ്പോൾ സിലബസിലെ ഓരോ പോയിൻറ്റുകളും ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനും നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ റെഫർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് മിസ്ഡ് ഔട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് മനസ്സിലാക്കാനും ഇത് നമ്മളെ സഹായിക്കും. സോ സിലബസുമായിട്ട് ആദ്യമേ തന്നെ ഒരു ബന്ധം പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇതാണ് നമ്മുടെ ടോപ്പിക്കുകൾ. ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അങ്ങനെ ഡയറക്റ്റ്ലി വരുന്നില്ലെങ്കിലും നമുക്ക് ലേസർ ഫിസിക്സ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരിക. ദെൻ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലേസറിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഓട്ടോമാറ്റിക്കലി അവിടെ കയറി വരും. സോ അത് നമുക്ക് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഒന്നും അങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കാൻ സാധ്യത കുറവാണ്. ദെൻ ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ന്യൂക്ലിയർ ഇലക്ട്രോണിക്സിൻ്റെ കൂടെയാണ് ഞാൻ നമ്മുടെ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളറൊക്കെ ചേർത്തിരിക്കുന്നത്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, പിന്നെ ഒപ്റ്റിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ കൂടെ വരുന്നതാണ്, ലേസറിൻ്റെ കൂടെയൊക്കെ വരുന്നതാണ്. സോ ഞാനൊരു ബ്രോഡ് ക്ലാസിഫൈ ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണെന്ന് മാത്രം. ദെൻ ഇത്രയും സിലബസ് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ഒരേപോലെ പഠിച്ചു പോവുക എന്നുള്ളത് ആരെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ഒരറ്റത്തു നിന്ന് തുടങ്ങുക, ഒരറ്റത്ത് അവസാനിപ്പിക്കുക. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അത് പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയറാണ്. സോ ഇത്രയുമാണ് നമ്മുടെ സിലബസ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഈ സിലബസുമായിട്ട് കംപ്ലീറ്റ്ലി റെഡിയാണ്. നമുക്ക് എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ ആപ്പിലുണ്ട്, ക്ലാസ്സുകളെല്ലാം ആപ്പിലുണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും വീക്ക്ലി നടത്തുന്ന നമ്മുടെ വീക്ക്ലി എക്സാമുകളും റിവിഷൻ എക്സാമുകളും പിന്നെ അവസാനം നടത്തുന്ന കുറേ മോഡൽ എക്സാമുകളും ഇതൊക്കെ ആയിട്ട് നമ്മളെല്ലാം സെറ്റാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ പഠനം നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇനി താമസിക്കരുത്. സോ എത്രയും നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നമുക്ക് സിലബസ് കൂടുതൽ കവർ ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും അങ്ങനെ വിജയത്തിലേക്ക് ഒരു പടി കൂടുതൽ അടുക്കാനും നമുക്ക് പറ്റും. സോ ഐ ഇൻവൈറ്റ് യു, ഐ വെൽക്കം യു ഓൾ ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വിജയിക്കാം. താങ്ക് യു.